ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ടീനേജേഴ്സ്, ഹോസ്റ്റലേഴ്സ്. പല വീഡിയോന്റെയും കമന്റ് ബോക്സിൽ താഴെ കാണാം ഏത് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് മോയ്സ്ചറൈസർ ആണ് ചേച്ചി നല്ലത്, ചേച്ചി ഏതാ യൂസ് ചെയ്യുന്നതെന്നൊക്കെയുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനിപ്പോ ഇത്രയും കാലം യൂസ് ചെയ്തതിലും വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഞാനൊരു ടോപ്പ് 3 റാങ്ക് കൊടുത്തിട്ടുള്ള ഫേസ് വാഷ്, സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, ലിപ് ബാം, ടോണർ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വേണമെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സെറം കൂടെ കാണിച്ചു തരാം. അത് ഞാൻ സെറത്തിലൊന്നും അങ്ങനെ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാറില്ല. അതേപോലെ തന്നെ ടോണറും കുറെ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള 3 തരത്തിലാണ് ഞാൻ ഇവിടെ റാങ്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും കൂടുതലും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈവൻ ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലത് ഞാൻ പറഞ്ഞുതരാം അത് ഇന്ന സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ അത് നിങ്ങളത് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ടോപ്പ് 3 ആദ്യം ഞാൻ 3rd പൊസിഷൻ, 2nd പൊസിഷൻ, 1st പൊസിഷൻ ഞാൻ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഫേസ് വാഷ് അല്ലേ. അപ്പൊ ഞാൻ ആദ്യം ടോപ്പ് 3 ആയിട്ട് കൊടുക്കുന്ന ഫേസ് വാഷ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡോക്ടർ ഷെറ്റ്സിന്റെ ഈ ഒരു വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയ തന്നെയാണ്. ഈവൻ നമ്മുടെ ഓയിലി ടു നോർമലിനാണ് കുറച്ചും കൂടെ നല്ലത്. ഇത് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 349 റുപ്പീസ് ആണ് കേട്ടോ. ഇത് നൈക്കയിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രീമി ടൈപ്പ് കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുന്ന ഫേസ് വാഷ് ആണ്. 2nd പൊസിഷനിൽ കാണിക്കുന്നത്, അതേപോലെ തന്നെ 1st പൊസിഷനിൽ കാണിക്കുന്നതും എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമുള്ള ഫേസ് വാഷ് ആണ്. അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് കാണിച്ചു തരാം. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളിന്റെ ഫേസ് വാഷ് ആണ്. ഇത് നോർമൽ ടു ഓയിലി സ്കിൻ ടൈപ്പിനും അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല. നല്ലൊരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് 150 ml 399 ആണ്. പക്ഷെ എപ്പോഴും ഓഫർ പോകുന്ന സമയത്ത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എനിക്ക് ഒന്ന് 100 രൂപയൊക്കെ നമുക്ക് കുറച്ച് ആ ഒരു റേഞ്ചിൽ നമുക്കിത് മേടിക്കാൻ വേണ്ടി പറ്റും. അതിൽ ഒരുപാട് ഇത് പതയത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിത് 2nd പൊസിഷനിൽ വെച്ചത്. ഇത് വേണമെങ്കിൽ നമുക്ക് 1st പൊസിഷനിലും കാണിക്കാം. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഗാർണിയറിന്റെ ഫേസ് വാഷ് ആണ്. ഇതിന്റെ 2nd ട്യൂബാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് 2-3 തവണയൊക്കെയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ഗാർണിയറിന്റെ ബ്രൈറ്റ് വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 309 രൂപ. ഇതിനും നമുക്കൊരു 250-260 ആ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന സമയം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫേസിലുള്ള കംപ്ലീറ്റ് ടാന് മാറി സ്കിന്ന് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവുന്ന പോലെ തോന്നും. നമ്മളെ ഡേർട്ടും കാര്യങ്ങളൊക്കെ ഫേസിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കത് മാറ്റി കിട്ടും. ഒരു നിറം വെച്ച പോലെ തോന്നില്ലേ, അങ്ങനത്തെ ഒരു ഫേസ് വാഷ് ആണിത്. ഇതിലുള്ളത് വൈറ്റമിൻ സിയും അതേപോലെ തന്നെ ലെമൺ എക്സ്ട്രാക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നെസ് കാണിക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് ഡ്രൈ സ്കിൻ ടൈപ്പാർ ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിങ്ങനെ ഒരു വലിച്ചിൽ ഇത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡാബ് ചെയ്യുമ്പോഴേക്കും വരും. പക്ഷെ അപ്പം തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് വാഷ് ആണ് കേട്ടോ. ഫേസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും ഒരു ടോണർ അപ്ലൈ ചെയ്യണം. അപ്പോൾ പല ആളുകളും ടോണർ വേണോ എന്നൊക്കെ ചോദിക്കും. ടോണർ ഇല്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ 2nd സ്റ്റെപ്പായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ ടോണർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. അപ്പം അന്ന് മുതൽ എനിക്ക് തോന്നുന്നത് 2-3 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് പ്ലമ്മിൻ്റെത്. എന്താ പറയുക, റൈസ് വാട്ടർ റേഞ്ചിലുള്ളത് ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ പുതിയ ഈ റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡ് ടോണറായിട്ട് അവരിപ്പോൾ എന്താ പറയുക ഇറക്കിയിട്ടിരിക്കുന്ന ട്യൂബ് ഇങ്ങനത്തെയാണ് കേട്ടോ. പണ്ട് ഇങ്ങനെ സ്പ്രേ ബോട്ടിലൊന്നും അറിയില്ല, നമ്മളിങ്ങനെ കോട്ടൺ പാഡിൽ എടുക്കുക, ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പം നമുക്കിത് ഡയറക്റ്റ് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടോണർ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബയോട്ടിക്കിൻ്റെ ടോണർ പറ്റില്ല. അതേപോലെ തന്നെ
മാമാരത്തിൻ്റെ ടോണർ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് പറ്റില്ല. എനിക്കൊരു നീറ്റൽ അങ്ങനത്തെ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ വരും ഞാനിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ എനിക്ക് ഈ സാധനം യൂസ് ചെയ്തിട്ട് ഇത്രയും കാലമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ടോപ്പ് 1ലും ടോപ്പ് 2 ടോപ്പ് 3 എങ്ങനെ വേണമെങ്കിലും പറയാം, എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും കാണിക്കാത്തത് കേട്ടോ. സൗണ്ട് ലാബിൻ്റെ ഈ ഒരു ടോണറാണ് ഞാൻ സെക്കൻഡ് പൊസിഷനിൽ കാണിക്കുന്നത്. ഇത് എനിക്ക് കൊളാബ് വന്നതാണ്. പക്ഷെ ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫേസിന് പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല. അതേപോലെ തന്നെ ഇട്ട് തന്നെ നമുക്ക് തോന്നില്ല. പക്ഷെ ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം, സ്പ്രേയിങ് അല്ല. അപ്പൊ ഇതാണ് എൻ്റെ സെക്കൻഡ് പൊസിഷൻ. അതേപോലെ തന്നെ ഇതാണ് ഫസ്റ്റ് പൊസിഷൻ. നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സെറമാണ്. സെറത്തിലും ഞാൻ ടോപ്പ് 3 ടോപ്പ് 2 ടോപ്പ് 1 എന്നുള്ളൊരു റേഞ്ച് ഇല്ല. എൻ്റെ അടുത്ത് 2 സെറേ ഉള്ളൂ, ഞാൻ യൂസ് ചെയ്യുന്ന 2 സെറം. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. സെക്കൻഡ് പൊസിഷനിലുള്ളത് ഈ ഒരു ഡെർമാക്കോന്റെ നയാസിനമൈഡ് സെറാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് എത്ര വരുന്നത്? ഇത് ഞാൻ നയാസിനമൈഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതല്ല. ഇപ്പൊ എനിക്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുക്കളോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുരു വന്നിട്ട് എന്തെങ്കിലും മാർക്സ് മാറാതെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു നയാസിനമൈഡിന്റെ സെറോട്ടോ. ഇത് ഞാൻ കൂടുതലും നൈറ്റിലാണ് യൂസ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് പൊസിഷനിലുള്ളത് ഈ ഒരു ലോറിയാലിന്റെ ഈ ഒരു റിവൈറ്റലിഫ്റ്റ് സെറമാണ് കേട്ടോ. ഇതിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. എന്താ പറയുക, ഒരു വെള്ളം പോലെയാണ്, എല്ലാതും വെള്ളം പോലെയാണ്. പക്ഷെ അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് അബ്സോർബ് ആവും. നമ്മുടെ സ്കിന്ന് നല്ല പ്ലംബി ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും. അപ്പം ഞാൻ ഡേയിലും മോർണിംഗിലും മസ്റ്റായിട്ട് ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ 2 നേരം യൂസ് ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അടുത്തൊരു ഹൈലറോണിക് സെറം, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു സെറം, അതേപോലെ തന്നെ എപ്പോഴെങ്കിലും പിമ്പിൾസ് വരികയാണെങ്കിലോ ആക്നെ സ്കാർസ് മാറാനാണെങ്കിലോ അല്ലെങ്കിൽ വല്ല ഡൾനെസ്സോ പോഴ്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എടുക്കുകയാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഈ നയാസിനമൈഡ് സെറം യൂസ് ചെയ്യും. ഈ ഡെർമാക്കോൻ്റെ നല്ലൊരു സെറാണ് കേട്ടോ. സോ സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ 3rd പൊസിഷനിൽ ടോപ്പ് 3 ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു അക്വലോജിക്കയുടെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിന് ഞാൻ 3rd പൊസിഷൻ കൊടുക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ റേറ്റിനനുസരിച്ച് ഇതിലുള്ള ക്വാണ്ടിറ്റിയാണ്. അതായത് ഇതിന് 399 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എനിക്കൊരു 340 രൂപ അങ്ങനെ എന്തോ ഒരു ഓഫറിലാണ് എനിക്ക് കിട്ടിയത്. ഈ 340 രൂപയ്ക്ക് 200 ഗ്രാമാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ. 200 ഗ്രാം മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇറ്റ്സ് ടു ഗുഡ്. ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും കൊടുക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ പോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഭയങ്കര ഗ്രീസി ഒന്നുമല്ല. ഒരുപാട് നേരത്തേക്ക് മോയ്സ്ചറൈസ്ഡ് ആക്കിയിട്ട് വെക്കൊന്നുമില്ല. അതിപ്പോൾ എല്ലാ മോയ്സ്ചറൈസറും കുറച്ച് കഴിഞ്ഞാൽ ആവിയായി പോവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുന്നുണ്ട്. ഇതിന് എന്താ പറയുക, ഭയങ്കരമായിട്ട് കുത്തുന്ന സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അത് കണ്ട ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള ബാക്കിയാണ് കേട്ടോ. ഇത് നമ്മൾ പണ്ടൊക്കെ 10 രൂപയ്ക്കൊക്കെ ആയിരിക്കില്ല നമ്മൾ കുളിക്കുന്ന സോപ്പൊക്കെ മേടിച്ചിട്ടുണ്ടാവുക. ആ ഒരു ഏതോ ഒരു സോപ്പിന്റെ ഒരു മണം എനിക്ക് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് സ്മെല്ലാണ് വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് ഇത്. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ, നോർമൽ ടു ഓയിലിക്ക് ബെസ്റ്റ് ആണ്. നല്ല ജെൽ ടൈപ്പ് ആയതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഇതാണ് ടോപ്പ് 3. സെക്കൻഡ് പൊസിഷനിൽ ഞാൻ കൊടുക്കുന്നത് ഈ ഒരു ഡോക്ടർ ഷെറ്റ്സിന്റെ ഈ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ റേറ്റ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. pH ബാലൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് ഭയങ്കര നമ്മളങ്ങോട്ട് ഇങ്ങനെ മത്ത് പിടിപ്പിക്കുന്ന ഒരു മണമില്ല കേട്ടോ. ഇതൊരു ഫാർമസി ടൈപ്പ് ആയിട്ടുള്ളൊരു പ്രൊഡക്ട്സ് ആണ് ഈ ഡോക്ടർ ഷെറ്റ്സിന്റെ എല്ലാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. അതിൻ്റെ ആ പ്രൊഡക്ട്സിനൊക്കെ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസിന് ഉണ്ടാക്കുന്ന ഒരു മണമില്ലേ, അതാണ്. ഒരു ചെറിയൊരു ക്രീമിയാണ്, ബട്ട് നല്ല ലൈറ്റ് വെയിറ്റുമാണ്. ഓൾ സ്കിൻ ടൈപ്പിനെ സജസ്റ്റ് ചെയ്യുമെങ്കിലും നോർമൽ ടു ഓയിലിക്കാണ് ഇത് കുറച്ചും കൂടെ നല്ലത്. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്ര അങ്ങോട്ട് എന്താ പറയുക മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. എക്സ്ട്രാ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ സിമ്പിളിൻ്റെ ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ ഉണ്ട്, ഞാൻ യൂസ് ചെയ്തതാണ്. അത് ലൈറ്റ് വെയിറ്റ് ആണെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയാണ്. പക്ഷെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് അത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ളതാണ്. ഇനി എൻ്റെ ഫസ്റ്റ് പൊസിഷനിലുള്ള മോയ്സ്ചറൈസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എനിക്ക് തോന്നുന്നു 2 വർഷം കണ്ടായിട്ടുണ്ടാവും ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ അങ്ങനെ മാറ്റാറുമില്ല, എപ്പോഴും ഇതിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. ഇതാണ് ഈ ഒരു ന്യൂട്രജീനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് വാട്ടർ ജെൽ. ഇത് ഞാൻ ഫസ്റ്റ് ഒരു 15 ml ബോട്ടിൽ വാങ്ങി. അതിന് ശേഷം എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് 50 ml ബോട്ടിലാണ് എപ്പോഴും ഞാൻ വാങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഒരു 10-15 എത്ര ബോട്ടിലുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ വീട്ടിലും കുറേ ബോട്ടിൽസ് ആണ്, ഇവിടെയും കാണും. അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ തീരാനായി. ഇത് തീരാനായപ്പോൾ ഞാൻ അഗെയിൻ നൈക്കയിൽ നമ്മുടെ സെയിൽ വന്ന സമയത്ത് ഞാൻ പുതിയത് ഓർഡർ ചെയ്തിട്ടാ. എനിക്കിത് തീരുന്നത് എനിക്ക് പേടിയുള്ള പോലെയാണ്. എനിക്ക് എപ്പോഴും ഇത് വേണം എന്നുള്ള ഒരു നമ്മളങ്ങനെ ഒരു പ്രൊഡക്റ്റിന് അഡിക്റ്റ് ആവാൻ പാടില്ല. പക്ഷെ ഇത് നമ്മളിത് നിർത്തിക്കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിന് വലിയ പ്രശ്നമുള്ള സാധനമല്ല കേട്ടോ. നമ്മളെ സ്കിന്നിന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. നല്ല എന്താ പറയുക, എനിക്ക് തീരുന്നത് പേടിയാണ്. അതുപോലത്തെ ഒരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിൻ ടൈപ്പിന്, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. പക്ഷേ നോർമൽ ടു ഓയിലിക്ക് ബെസ്റ്റാണ്. കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിൽ വരുന്നൊരു മോയ്സ്ചറൈസർ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിന് പകരമൊക്കെ ആയിട്ട് ഇത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. വലിയ വിലയില്ല, അതിനനുസരിച്ചിട്ട് നമുക്ക് അത്രയും ക്വാണ്ടിറ്റി കിട്ടും. ഇത് 50 ഗ്രാമിന് 1100 രൂപ എങ്ങാണ്ടാണ് ഇതിൻ്റെ വില. പക്ഷേ ഇത് ഇറ്റ്സ് വർത്ത് എവറി പെന്നി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ ടോപ്പ് 3 ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിന്റെ പോലെ കണ്ടിട്ട് എന്നോടൊന്നും പറയുന്നത്, എൻ്റെ പിള്ളേർ എറിഞ്ഞിട്ടും ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടും എന്താ പറയുക അത്യാവശ്യം തീർന്നതാണ് അക്വലോജിക്കയുടെ ഈ ഒരു ലിപ് ബാം കേട്ടോ. അത് തീർന്നു. ഇത് എത്ര രൂപ? 349 ആണ്. പക്ഷെ ഇത് എനിക്കൊരു 3 മാസത്തിൻ്റെ മേലെയായി ഇത് തീർന്നു. എന്നാലും എനിക്ക് സൈഡിലൊക്കെ അവിടെ ഇങ്ങനെ തോണ്ടിയെടുക്കാൻ വേണ്ടി ഇനി അതിൽ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ 3rd പൊസിഷനിൽ കൊടുക്കുന്നത്. 3rd പൊസിഷൻ ആണെങ്കിൽ പോലും നല്ല ലിപ് ബാമാണ്. കുറച്ചധികം നേരത്തേക്ക് നമ്മുടെ ലിപ്പ് മോയ്സ്ചറൈസ്ഡ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഒരുപാട് നമ്മുടെ ക്രാക്കി ആക്കാന്നൊന്നുമില്ല കേട്ടോ. അതാണ് എനിക്ക് 3rd പൊസിഷനിൽ കാണിച്ചു തരാൻ പറഞ്ഞത്. ഞാൻ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നൈറ്റിലാണ്. ടോപ്പ് 2 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഇത് നമ്മുടെ ലിപ്പിലുള്ള പിഗ്മെന്റേഷൻ റിമൂവ് ആക്കാം. ഒരുപാട് പിഗ്മെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കണ്ടിന്യൂസ് 1 month ഒക്കെ യൂസ് ആക്കുമ്പോൾ നമ്മുടെ ആ പിഗ്മെന്റേഷൻ ലൈറ്റൺ ആവുന്നതായിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. ഇതും അധികം ക്വാണ്ടിറ്റി ഇല്ല. ഇതിങ്ങനെ ട്യൂബിലായതുകൊണ്ട് നമുക്ക് അധികം ക്വാണ്ടിറ്റി ഒന്നും നമുക്കിത് പ്രതീക്ഷിക്കേണ്ട. ഇത് കുറച്ച് വിലയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ലിപ് ബാം എന്നുള്ള രീതിയിലല്ല. അപ്പോൾ ഭയങ്കരമായിട്ട് പിഗ്മെന്റഡ് ആയിട്ടുള്ള ഡാർക്ക് ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മിനിമലിസ്റ്റിന്റെ ലിപ് ബാം. ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കുന്ന ലിപ് ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബാമെഡിന്റെ ലിപ് ബാം ആണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കളറോ എന്താ പറയാ മണോ ഒന്നുമില്ല. കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് പകൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലിപ് ബാം ആണ്. ഇതിൽ SPF 30 ആണുള്ളത് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് നേരം ഇടണം, എന്നാലും നമുക്ക് ലിപ്പിൽ ഇങ്ങനെ വന്നു എന്ന് തോന്നുള്ളൂ. ഒറ്റ സ്വൈപ്പിൽ നമുക്ക് ലിപ്പിലായി എന്ന് തോന്നില്ല. അപ്പം കുറച്ച് തിക്കാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷമാണ്, കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഇത് നല്ല പകൽ എന്താ പറയുക ഭയങ്കര സൺ എക്സ്പോഷർ ഒക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് പോകാൻ പറ്റുന്ന ഒരു ലിപ് ബാം. സോ ഫൈനലി നമ്മുടെ സ്കിൻ കെയറിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീൻ ആണ്. അപ്പൊ സൺസ്ക്രീനിൽ ഞാൻ ടോപ്പ് 3 ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ഡീകൺസ്ട്രക്റ്റിന്റെ ഈ ഒരു SPF 55 PA+++ ഉള്ള സൺസ്ക്രീൻ ആണ്. ഇത് നല്ല സൺസ്ക്രീൻ ആണെന്ന് ഞാൻ കുറെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിയാട്ടോ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല കവറേജ് കിട്ടുന്ന സൺസ്ക്രീൻ തന്നെയാണ്. പക്ഷെ എൻ്റെ ഒരു സ്കിൻ ടൈപ്പിന് ഇത് പറ്റില്ല. ബട്ട് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീനാണ്. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ സാധാരണ പോലെ ലൈറ്റ് വെയിറ്റോ അല്ലെങ്കിൽ ഇച്ചിരി ലൈറ്റ് വെയിറ്റ് കൂടുതലുള്ള തിക്നെസ് കൂടുതലുള്ളതല്ല, അത്യാവശ്യം തിക്നെസ് ഉള്ളതാണ്. വൈറ്റ് കാസ്റ്റ് ഒന്നും വരില്ല. നന്നായിട്ട് കുറച്ച് നേരം ബ്ലെൻഡ് ആക്കി കഴിഞ്ഞാൽ നമ്മളിത് സ്കിന്നിൽ അപ്ലൈ ചെയ്തൊന്നും തോന്നത്തില്ല. ഇപ്പോഴത്തെ സൺസ്ക്രീനുകളുടെ ഒരു പ്രത്യേകത അത് നല്ലതാണ്. ചില സമയത്ത് നമ്മൾ വെയിലടിച്ചു കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് ഇങ്ങനെ തെളിഞ്ഞു കാണില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴത്തെ സൺസ്ക്രീൻ ഞാൻ കാണിക്കുന്ന 3 എണ്ണത്തിനും ഇല്ല കേട്ടോ. വലിയ റേറ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീൻ ആണ് ഈ ഒരു ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻ. ഇതാണ് എൻ്റെ ടോപ്പ് 3 ആയിട്ട് വരുന്നത്. സെക്കൻഡ് പൊസിഷനിൽ ഞാൻ കാണിക്കുന്നത് ഈ ഒരു മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അതായത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോഴേക്ക് ഇതിങ്ങോട്ട് ട്യൂബ് നിന്നിട്ട് ഒഴുകി വരുന്ന പോലത്തെ ഒരു സൺസ്ക്രീൻ ആണ്. വൈറ്റ് കാസ്റ്റ് ഒന്നും തരുന്നില്ല. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്നത്. SPF 50 ആണ് കേട്ടോ. ഫസ്റ്റ് പൊസിഷനിലുള്ള എൻ്റെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു 3rd ബോട്ടിലാണെന്ന് തോന്നുന്നു. ഇതാണ് ഡോക്ടർ ഷെറ്റ്സിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ കേട്ടോ. ഇത് സെറമൈഡ് ആൻഡ് വൈറ്റമിൻ C സൺസ്ക്രീൻ ആണ്. PA+++ SPF 50. ഈ ഡോക്ടർ ഷെറ്റ്സ് ഒക്കെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ടൈപ്പ് ആണ്. അതുകൊണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല.
പക്ഷെ അതിൻ്റെ പണി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് നല്ല കവറേജ് ഇട്ടിട്ടുണ്ട്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ആവും ചെയ്യും, ഭയങ്കര സ്റ്റിക്കിങ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഈ ഒരു ഡോക്ടർ ഷർട്സിൻ്റെ. ഞാൻ കുറേ തപ്പി ഇതിൻ്റെ പഴയ ട്യൂബുകൾ കിട്ടുമെന്ന് ഞാൻ കാണിക്കാം. ഒരെണ്ണം ഞാനിത് വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളും നിങ്ങളുടെ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യുന്ന പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളത് വാങ്ങി സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. ഇതുവരെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. ഈ കണ്ടമാന സാധനങ്ങൾ വാങ്ങണമെന്നൊന്നുമില്ല, എന്തായാലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയൊരു ഫേസ് വാഷ് വേണം, ടോണർ ഇല്ലെങ്കിൽ പോലും ഒരു മോയ്സ്ചറൈസർ വേണം, അതേപോലെ സെറം ഇല്ലെങ്കിൽ പോലും ഒരു സൺസ്ക്രീൻ വേണം. പിന്നെ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ലിപ്പൊക്കെ നന്നായിട്ട് പൊട്ടും, അതുകൊണ്ട് ഒരു ലിപ് ബാം കൂടെ ഉള്ളതാണ് നല്ലത്. ഞാൻ ബോഡി ലോഷൻസ് ഒന്നും ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. ബേസിക് സ്കിൻ കെയറിൽ എനിക്ക് തോന്നുന്നു ഒരുവിധ ആളുകളൊന്നും ബോഡി ലോഷൻസ് യൂസ് ചെയ്യില്ല, ഉണ്ടെങ്കിൽ പോലും മടിയാണ്. പക്ഷെ വിൻ്റർ സീസണിൽ അത് യൂസ് ചെയ്യാറുണ്ട്. ഞാനൊരു ഷിയ ബട്ടറിൻ്റെ ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്, ഗുഡ് വൈബ്സിൻ്റെ. കുറേ ആയി ഗുഡ് വൈബ്സിൻ്റെ ഷിയ ബട്ടർ എൻ്റെ ഫേവറേറ്റ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ആൻഡ് ബി അവർ ഫാമിലി. സോ അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ബൈ.